ഇത് അമ്മയുടെ പിറന്നാൾ ദിവസത്തെ രാവിലത്തെ ഒരു വീഡിയോ ആണ് കേട്ടോ. അപ്പോൾ രാവിലെ നീറ്റ് വന്ന് നോക്കി നോക്കുമ്പോൾ അമ്മ അവിയലിനുള്ള കഷ്ണങ്ങളൊക്കെ അരിയാണ്. അപ്പോൾ കൂടെ സാമ്പാറിനൊക്കെ അരിഞ്ഞ് വെച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോഴത്തേക്കും ഞാൻ പോയി വേഗം കുളിച്ച് സെറ്റായിട്ട് വന്നു, ഭഗവാനൊക്കെ ഒന്ന് പ്രാർത്ഥിച്ചു കേട്ടോ. സാധാരണ ദിവസങ്ങളിൽ ഈ സമയത്തൊന്നും കുളി കഴിയാറില്ല കേട്ടോ. പിന്നെ കുളിച്ചിട്ട് വേണ്ടേ അമ്മയുടെ പിറന്നാളിനുള്ള സദ്യ എടുക്കാനെന്ന് വിചാരിച്ചിട്ട് കുളിയൊക്കെ കഴിഞ്ഞിട്ട് വന്നതാണ് കേട്ടോ. അങ്ങനെ വന്നപ്പോഴത്തേക്കും ഏകദേശം കുറച്ച് കാര്യങ്ങളൊക്കെ സെറ്റായിട്ടുണ്ടായിരുന്നു. അപ്പോഴേക്കും ഞാൻ വെള്ളരിക്കൊക്കെ അരിയാണ് കേട്ടോ, പച്ചടിയൊക്കെ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട്. അത് കഴിഞ്ഞിട്ട് ഇതാ കാബേജൊക്കെ അരിഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ഉപ്പേരി അപ്പോൾ വലിയ കാര്യമായിട്ടൊന്നുമില്ല, കുറച്ച് നമ്മളെ കൊണ്ട് പറ്റുന്ന രീതിയിൽ ചെറിയൊരു സദ്യ എടുക്കാമെന്നാണ് കേട്ടോ വിചാരിച്ചിട്ടുണ്ടായിരുന്നത്. അങ്ങനെ ഇതാ ഉപ്പേരിയൊക്കെ ഉണ്ടാക്കി പച്ചടിക്കുള്ള സാധനങ്ങളൊക്കെ സെറ്റാക്കി വെച്ചു. അപ്പോഴേക്കും വിശക്കാൻ തുടങ്ങിയിട്ടുണ്ടായിരുന്നു കേട്ടോ. സമയം ഏകദേശം 9 മണി ആയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ വേഗം ദോശ ഉണ്ടാക്കുകയാണ്. കറണ്ട് ഒന്ന് പോയിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ കറണ്ട് വന്നിട്ട് വേണമല്ലോ ബാക്കിയുള്ള പരിപാടികൾ ചെയ്യാനെന്ന് വിചാരിച്ചിട്ട് ഞാൻ വേഗം ദോശയൊക്കെ ഉണ്ടാക്കിയിട്ട് ഞങ്ങൾ രണ്ടുപേരും കൂടി ഇരുന്നിട്ട് ചായയൊക്കെ കുടിക്കുകയാണ് കേട്ടോ. അങ്ങനെ ചായ കുടിക്കുന്ന നേരത്ത് മറ്റന്നാൾ ആമിക്കുട്ടിയുടെ പിറന്നാളാണ്. അപ്പോൾ പിറന്നാളിൻ്റെ കുറച്ച് വിശേഷങ്ങൾ ഞങ്ങളിങ്ങനെ പറയാൻ കേട്ടോ, അങ്ങോട്ടും ഇങ്ങോട്ടും ചെറിയ ചെറിയ പ്ലാനിങ്ങും കാര്യങ്ങളൊക്കെ പറയാൻ കേട്ടോ. അങ്ങനെ അത് ചെയ്യണം ഇത് ചെയ്യണം എന്നൊക്കെ ഉള്ളത് എൻ്റെ വീട്ടിൽ വെച്ചിട്ടാണ് കേട്ടോ ബർത്ത്ഡേ ആഘോഷിക്കുന്നത്. അങ്ങനെ ചായയൊക്കെ കുടിച്ച് കഴിയുമ്പോഴേക്കും നമ്മുടെ ആമിക്കുട്ടി നീച്ച് വന്നിട്ടുണ്ട് കേട്ടോ. അങ്ങനെ കുഞ്ഞുപെണ്ണിനെ കുറച്ച് നേരം കളിപ്പിക്കുകയൊക്കെ ചെയ്തതിന് ശേഷം ഞാൻ അവിടെ കൊണ്ടുപോയി ഇരുത്തിയിട്ട് പിന്നെ നമ്മുടെ നല്ല ചക്കപ്പായസത്തേക്കുള്ള തേങ്ങ ചിരവിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ. അങ്ങനെ അതാ നമ്മുടെ സദ്യയും കാര്യങ്ങളും പായസവും എല്ലാതും ഏകദേശം സെറ്റായി കഴിഞ്ഞാണ് കേട്ടോ. അതിൻ്റെ ഇടയിലൊന്ന് പുറത്ത് പോയി വരുമ്പോൾ ഞങ്ങൾ കേക്കും അമ്മയ്ക്കുള്ള ഒരു ചെറിയ ഗിഫ്റ്റൊക്കെ വാങ്ങിയിട്ടുണ്ടായിരുന്നു. ഞാനത് വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു. അങ്ങനെ ഇതാ ഏട്ടനും ആമിക്കുട്ടി അമ്മയും എല്ലാവരും കൂടിയിട്ട് കേക്കും കാര്യങ്ങളൊക്കെ കട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. അങ്ങനെ അതൊക്കെ കഴിഞ്ഞിട്ട് പരസ്പരം എല്ലാവരും വയറ് വെച്ച് കൊടുക്കുകയൊക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ. അത് കഴിഞ്ഞിട്ട് ഞങ്ങൾ വാങ്ങിച്ച ഗിഫ്റ്റ് കൂടെ കൊടുത്തിട്ടുണ്ടായിരുന്നു. അപ്പം അമ്മ നോക്കിയിട്ട് അമ്മയ്ക്ക് ഇല്ലാത്ത കളറാണ്, നല്ല ഇഷ്ടമായി എന്ന് പറയുകയാണ് കേട്ടോ. അങ്ങനെ ഇതാ കേക്ക് കട്ടിങ്ങും കാര്യങ്ങളൊക്കെ കഴിഞ്ഞു. പിന്നെ ഞങ്ങൾ ഇനി സദ്യ കഴിക്കാമല്ലോ എന്ന് വിചാരിച്ചിട്ട് വിളക്കത്ത് വിളമ്പാൻ തുടങ്ങുകയാണേ. അപ്പോൾ ഇതാ ഇലയൊക്കെ വെച്ചു, വിളക്കൊക്കെ കത്തിക്കാൻ വേണ്ടിയിട്ട് അവിടെയൊക്കെ തിരിയൊക്കെ ഇട്ടിട്ട് കൊടുന്ന് വെച്ചിട്ടുണ്ട് കേട്ടോ. അങ്ങനെ ഓരോ വിഭവങ്ങളായിട്ട് വിളമ്പിക്കൊണ്ടിരിക്കുകയാണ്. പപ്പടം, ഉപ്പേരി, അവിയൽ, അങ്ങനെ 4-5 വിഭവങ്ങൾ മാത്രമേ കേട്ടോ ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നുള്ളൂ. പച്ചടി, അങ്ങനെ ഇതാ ഓരോ ഐറ്റംസായിട്ട് വിളമ്പിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ. അങ്ങനെ ഇതാ നമ്മളെല്ലാം വിളമ്പി സെറ്റാക്കിയിട്ട് പിന്നെ വിളക്ക് കൂടെ കത്തിച്ച് വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. അങ്ങനെ ആ വിളക്കും കാര്യങ്ങളൊക്കെ കത്തിച്ച് കഴിഞ്ഞു. അതിൻ്റെ ശേഷമാണ് കേട്ടോ എന്തോ 1-2 സാധനം വെക്കാൻ മറന്നു എന്ന് ആലോചിച്ചത്. അങ്ങനെ നോക്കി നോക്കുമ്പോഴാണ് വെള്ളവും നമ്മുടെ പായസം വെച്ചിട്ടുണ്ടായിരുന്നില്ല. അങ്ങനെ അതും കൂടെ വെച്ച് കൊടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ. പിന്നെ ഞങ്ങൾക്ക് 3 പേർക്കും കൂടിയിട്ടുള്ള ഇല കെട്ടു ഓരോ ഐറ്റംസായിട്ട് അതിലേക്ക് വിളമ്പി കൊടുത്തു കേട്ടോ. അങ്ങനെ പിന്നെ അമ്മ വന്നിരുന്നിട്ടുണ്ടായിരുന്നു. അങ്ങനെ അതൊക്കെ കഴിഞ്ഞിട്ട് ഞങ്ങൾ 3 പേരും കൂടി ഇരുന്നിട്ട് അടിപൊളിയായിട്ട് ഫുഡും കാര്യങ്ങളൊക്കെ കഴിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. നമ്മുടെ കുഞ്ഞു പിറന്നാൾ വിശേഷം എത്രയേ ഉള്ളൂ. അപ്പോൾ അടുത്ത വിശേഷമായിട്ട് നാളെ വരാം കേട്ടോ. അതുവരേക്കും എല്ലാവർക്കും ടാറ്റ ബൈ ബൈ, സീ യു.